എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റിനുള്ള പോകുന്ന സ്ഥലം എവിടെയാണെന്നൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. കുറേ പേര് വാട്സപ്പിലും പിന്നെ ഇതിൽ കമൻറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിപ്ലൈ ഒന്നും തരാൻ പറ്റിയില്ല കേട്ടോ, കാരണം നമ്മൾ അതുപോലൊരു സാഹചര്യത്തിലാണുള്ളത്. ചിലപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ കുറവായിരിക്കും കേട്ടോ, അപ്പോൾ അതിനെന്നോട് ക്ഷമിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടുത്തടുത്തുള്ള റൂമുകളാണ്. നേഴ്സിംഗ് സ്റ്റേഷനൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വല്ലാണ്ട് സൗണ്ടിലൊക്കെ പറയാൻ എനിക്ക് മടിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ശരിക്കും വീഡിയോ ചെയ്യാതെയൊക്കെ കൂടി ഇരുന്നത്. പിന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഞായറാഴ്ച കേട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ഇപ്പോൾ 3 ദിവസമായിട്ടുണ്ട്. ഞായറാഴ്ച ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിലും കുറച്ച് മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് വലിയ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിനെക്കുട്ടൻ ഞാൻ വിചാരിച്ച പോലെ വഴക്ക് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ആൾ നല്ല കാമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. കാരണം ഇവിടെ നോൺ വെജ് ഒന്നും അങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കൊടുക്കായിരിക്കും, പക്ഷേ അങ്ങനെ കിട്ടണ സ്ഥലമില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫുഡ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വന്ന അത്യാവശ്യം കുറച്ച് ഇവന് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ 200ൻ്റെ റൂം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം 500ൻ്റെയൊക്കെ റൂം എടുക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി നമുക്കില്ലാത്തത് കൊണ്ട് ഇതെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ 200ൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഫുഡ് നമുക്ക് പാകം ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ഒന്നുമില്ല, ചെറിയൊരു റൂമാണ്. നമുക്ക് അത്യാവശ്യം കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ റൂമിൽ ഇങ്ങനെ ഫുഡ് പാകം ചെയ്യാൻ ഒട്ടും സ്ഥലമില്ല. അത് കാരണം പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കണതുകൊണ്ട് എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എനിക്കുള്ള ഫുഡ് ഉച്ചയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ രാത്രിയിൽ പള്ളിക്കാർ കൊണ്ടുവരുന്ന കഞ്ഞി കിട്ടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ രാവിലെ മാത്രം കാപ്പി വാങ്ങിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഫുഡ് കുഞ്ഞിൻ്റെ കൂടെ ഒട്ടും പറ്റണില്ല. അവനാണെങ്കിൽ ഇത്തിരി നോൺ വെജിൻ്റെ എന്തെങ്കിലും ഒരു അംശമാണ്, അതിനൊരു ചാറോ എന്തെങ്കിലും ഒരു കുഞ്ഞു പീസൊക്കെ മതി അവന് അത് ഫുഡ് നന്നായിട്ട് കഴിക്കാനായിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെ കിട്ടണില്ലാത്തതുകൊണ്ട് അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് എനിക്ക്. കൊച്ചു ഫുഡ് കഴിക്കാത്തതുകൊണ്ട് മനസ്സിനൊരു ഭയങ്കര ടെൻഷനുണ്ട്. കാരണം അവൻ ഫുഡ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു എന്താ പറയുക ഒരു സന്തോഷമൊക്കെ ഉള്ളൂ. പക്ഷേ ട്രീറ്റ്മെൻറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമല്ലോ എന്ന് ഞാൻ വിചാരിച്ചത്. എൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിൽ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു സന്തോഷവുമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കുറവല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാറുള്ളത്. പക്ഷേ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൊക്കെ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ മാറിയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെക്കൂട്ടന് ഫുഡ്, എൻ്റെ കാര്യം പിന്നെ കുഴപ്പമില്ല, തമ്പുരുക്കൂട്ടനും കുഴപ്പമില്ല. അത്യാവശ്യം ഞങ്ങൾക്ക് 2 പേർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കുഞ്ഞിനെക്കൂട്ടനാണ് തീരെ ഫുഡ് കഴിക്കാണ്ട് വന്നത്. അപ്പോൾ എനിക്ക് അപ്പോൾ തൊട്ട് മനസ്സിനൊരു ബുദ്ധിമുട്ടായിരുന്നു. അവൻ നന്നായിട്ട് ഫുഡ് കഴിക്കാതെ ഇരിക്കണത് എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ വീട്ടിലാണെങ്കിൽ മാറ്റി പല കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് നോക്കും. അവന് കഴിച്ചില്ലെങ്കിൽ അങ്ങനെ വിട്ട് കളയില്ല. അടുത്തത് ഉണ്ടാക്കി നോക്കും. അവന് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കഴിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങാറുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ അതിനൊരു സാഹചര്യം ഇല്ല. അത് മനസ്സിലൊരു നല്ല ടെൻഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയണത്. അതപ്പം അറിയുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ലൊരു ടെൻഷനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒന്നാമത് വീട് വിട്ട് നിൽക്കുന്നതിൻ്റെ ടെൻഷൻ, പിന്നെന്താ പറയുക നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ ഫുഡ് കഴിക്കാത്തതിൻ്റെ ടെൻഷൻ, പിന്നെ എൻ്റെ ഈ ഒരവസ്ഥ കണ്ടിട്ട് നാട്ടുകാർ പോലും ഇങ്ങനെ എല്ലാവർക്കും ഒരുമാതിരി സഹതാപവും അങ്ങനെ എടുക്കരുത് ഇങ്ങനെ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അമ്മമാരെല്ലാവരും ഇവിടെയുള്ളവരെല്ലാം എല്ലാവരും സ്നേഹം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞൊക്കെ തരാറുണ്ട്. നേഴ്സുമാരൊക്കെ ആണെങ്കിലും പറയാറുണ്ട്, നീ അങ്ങനെ വലിച്ചെടുക്കരുത് ഇങ്ങനെ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമുക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാനിങ്ങനെ കേട്ടു, എന്താ പറയുക, നമ്മളോട് ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ പോകണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യുന്നതൊന്നും ശരിയല്ല, ആ ഒരു രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ അന്നേരവും ഞാൻ എന്താ പറയുക, തമ്പുരുവിൻ്റെ ക്ലാസ്സുള്ള സമയത്തൊക്കെ ഞാൻ പോന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ കുറ്റം കേൾക്കും, തമ്പുരുവിൻ്റെ ക്ലാസ് കളഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞിട്ടൊരു കുറ്റം കേൾക്കും. അതുകൊണ്ടാണ് കൊച്ചിൻ്റെ സ്കൂൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നത്. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് പോരാലോ എന്ന് വിചാരിച്ചു. ആർക്കും ഒരു ബുദ്ധിമുട്ടാവണത് ശരിയല്ലല്ലോ. നമ്മൾക്കിങ്ങനെ ഒരു അവസ്ഥ ദൈവം തന്നുപോയി. അപ്പോൾ ബാക്കി നമ്മൾ നോക്കിയേ പറ്റും. ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നാളും വെയിറ്റ് ചെയ്തത്. അപ്പം നമ്മൾ ആ തമ്പുരാൻ്റെ സ്കൂൾ അടയ്ക്കാൻ നോക്കിയിരുന്നിട്ട് പോന്നു. അപ്പം പിന്നെ അതും കുറ്റമായി. എന്താ പറയുക, ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് പോന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കുറ്റം. എന്തെങ്കിലും ആവട്ടെ, ഞാനിപ്പം ഇതിനൊക്കെ മറുപടി പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടം കൊണ്ടൊന്നും തീരില്ല. കാരണം 1-2 കാര്യങ്ങളൊന്നും അല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി
കൊടുക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ പറയുന്നവരും നമ്മളും തമ്മിൽ പിന്നെ വ്യത്യാസമില്ലാണ്ടായി മാറും അല്ലേ. പിന്നെ അകലങ്ങളിലിരുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെക്കുട്ടനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ അത്ര പോലും സ്നേഹവും അടുപ്പവും എൻ്റെ കുഞ്ഞിനെക്കുട്ടനോട് ഇല്ലാത്തവരാണ് ഈ കുറ്റം പറയുന്നതെന്ന് എനിക്കറിയാം. കാരണം എവിടെയൊക്കെ പോയാലും എങ്ങനെയൊക്കെ നടന്നാലും ഇത്ര വർഷമായിട്ടും ശരിയാവാത്ത കുഞ്ഞിനെക്കുട്ടൻ ഇനിയും ശരിയാവില്ലെന്ന് തന്നെയാണ് അവരുടെയൊക്കെ ഒരു മനസ്സിലിരിപ്പ്. അതെന്തെങ്കിലും ആവട്ടെ, എനിക്കിങ്ങനെ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. കാരണം ഞാനൊരമ്മയല്ലേ, എൻ്റെ ഏതവസ്ഥയും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ കൊച്ചിനെ പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെന്താ പറയുക, കുഞ്ഞിനെക്കുട്ടൻ്റെ അച്ഛൻ്റെ പണം മുഴുവൻ കുഞ്ഞിനെയാണ് ചോർത്തി കളയുന്നത്, അങ്ങനെയുള്ള സംസാരങ്ങളുണ്ട്. എന്താണേലും വീഡിയോ വഴി ഞാൻ പറയുകയാണ്, അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വേണ്ട. അവനുള്ള പണം എന്താ പറയുക, ദൈവമായിട്ട് അവന് തന്നെ എത്തിക്കുന്നുണ്ട്. വേറെ ആരുടെയും പൈസയോ ഒരു രൂപ പോലും ഞങ്ങളതിൽ നിന്ന് എടുത്തു പോരുകയോ അല്ലെങ്കിൽ മുടക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിതിനൊക്കെ മറുപടി പറയാൻ അറിയില്ല എന്നിട്ടൊന്നുമല്ല. പിന്നെ എന്താ പറയുക, ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. നമ്മളെ ഇപ്പോൾ കുറ്റം പറഞ്ഞവരാണെങ്കിലും നമ്മൾ അവരുടെ മുഖത്ത് നോക്കി ചിരിച്ച് തന്നെ നിൽക്കും. ഒരിക്കലും അവരോട് തിരിച്ചു പറയാനോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാനോ പോകാറില്ല. കാരണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ കുഞ്ഞിനെക്കുട്ടന് എപ്പോഴെങ്കിലും ഒരു റിസൾട്ട്, ഇപ്പോൾ ഇന്നോ നാളെയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നാളെ തന്നെ റിസൾട്ട് വരുമെന്നോ 2 ദിവസം കൊണ്ട് റിസൾട്ട് വരുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എപ്പോഴെങ്കിലും ഒരു റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിപ്പം എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ കുഞ്ഞിനെക്കുട്ടനെയും കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോരും. അവന് ശരിയാവുന്നത് വരെയും ഞാൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതിന് ഇനി ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ആരുടെ അടുത്തും ഞാനൊരു സഹായമോ ഒന്നും ചോദിക്കാനും പോകുന്നില്ല. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഒന്ന് കണ്ടിട്ടും കേട്ടിട്ടും പോലും ഇല്ലാത്തവർ പോലും കുഞ്ഞിനെക്കുട്ടന് വേണ്ടി തരുന്ന സഹായം, എന്താ പറയുക, ഒന്ന് സ്നേഹമായിട്ട് പോലും നിൽക്കാൻ പോലും മനസ്സില്ലാത്തവർ വരെയുണ്ട് നമ്മുടെ. ഞാനതൊന്നും ഇപ്പോൾ വീഡിയോയിൽ പറയുന്നില്ല. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ പോന്നേക്കുന്ന ഹോസ്പിറ്റൽ. അപ്പം ഇപ്പോൾ ഇത് കണ്ട ഡീറ്റെയിൽസ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇനിയിപ്പോൾ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അഡ്രസ്സ് കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ട്. പിന്നെ ഫോൺ നമ്പർ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി, വാട്സപ്പിൽ ചോദിച്ചാൽ മതി. ചിലപ്പോൾ കമൻറ്റിനൊന്നും റിപ്ലൈ തരാൻ പറ്റണില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സമയം കിട്ടുമ്പോൾ ഞാൻ തമ്പുരുക്കുട്ടനോടാണെങ്കിലും നോക്കിയിട്ട് റിപ്ലൈ ഇടാൻ പറയാം, നമ്പർ എന്തെങ്കിലും വേണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, കാരണം നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണമല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ പറ്റുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.